2024 ജനുവരിയിൽ ഞാനിങ്ങനെ പുറകോട്ട് നീങ്ങുന്നതിനിടയിൽ തട്ടി വീണതാണ്. വടി കുത്തിയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഇത് അങ്ങനെ വന്ന സമയത്ത് വടിയുടെ ബലത്തില് ബ്രദറിന്റെ അടുത്ത് വന്നപ്പോ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. എനിക്കൊന്നും പറയാൻ വന്നില്ല. ബ്രദർ അങ്ങോട്ട് പറഞ്ഞു കൈവയ്ക്കാൻ. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോ വിള്ളലുണ്ട്, പിന്നെ ഇല്ല. പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഇല്ല. പിന്നെ ആ വിള്ളലില്ല. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. കുഴപ്പമില്ല. മാറിയെന്ന് ചോദിച്ചു. എങ്ങനെ മാറി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി അങ്ങനെ പ്രാർത്ഥിച്ചതാന്ന് പറഞ്ഞു. ജോൺ ബ്രദറിന്റെ സഭയിൽ വിവരിക്കാനാകാത്ത അത്ഭുതങ്ങളാണ് നടക്കുന്നത്. നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും. നമ്മുടെ ജീവിതം നല്ലൊരു അനുഭവമായി തീരും. എൻ്റെ യേശുവിനാൽ അസാധ്യമായതൊന്നും തന്നെയില്ല. അവനാൽ കഴിയാത്ത യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അടുത്തതായി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് വിനു എന്ന് പറയുന്ന ആൻറ്റിയാണ്. ആൻറ്റിയുടെ കാലുകൾക്കുണ്ടായൊരു പ്രയാസം, കാല് പൊട്ടിയതിനെ തുടർന്ന് ഒത്തിരി ഭാരത്തോടെ ആയിരുന്നു. എന്നാൽ പ്രാർത്ഥനയിൽ ദൈവം ചെയ്തൊരു വലിയ അത്ഭുതമാണ് നമ്മൾ കേൾക്കാനായി പോകുന്നത്. ആൻറ്റി പറയാമോ, എവിടെ നിന്നാണ് വരുന്നത്? അരീക്കോടുന്നാണ് വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ മീറ്റിങ്ങിലോട്ട് ആൻറ്റി വന്നേ? ഞാൻ 2020 അഞ്ചലില് മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. അഞ്ചലിൽ ആൻറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, എന്ത് പ്രയാസമാണ് ഉണ്ടായെന്നൊന്ന് പറയാമോ? 2024 ജനുവരിയിൽ ഞാനിങ്ങനെ പുറകോട്ട് നീങ്ങുന്നതിനിടയിൽ തട്ടി വീണതാണ്. തട്ടി വീണിട്ട് ഈ ഇടുപ്പെല്ലിന്റെ പൊട്ടലുണ്ടായി. ഇടുപ്പെല്ലിൽ പൊട്ടലുണ്ടായി. ഈ കാലം എനിക്ക് തേയ്മാനവും പൊളി വന്ന കാലമായതുകൊണ്ട് ഇതിനോട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ജൂലൈയിൽ ഒരു 17-ാം തീയതി നളന്തയിൽ വെച്ചുള്ള മീറ്റിങ്ങിൽ വന്നു. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അപ്പം ബ്രദർ പറഞ്ഞു ഇവിടെ ഇങ്ങനെ കൈവെക്കാൻ. അങ്ങനെ കൈവച്ചു, പ്രാർത്ഥിച്ചു. അത് പിന്നെ ഇന്ന് വരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. എക്സ്റേയിലൊക്കെ നല്ലോണം തെളിഞ്ഞു കാണായിരുന്നു. എനിക്ക് ഇന്ന് വരെ ആ വേദന ഉണ്ടായിട്ടില്ല. പറഞ്ഞില്ല. ഞാൻ ബ്രദറിന്റെ അടുത്ത് വന്നപ്പോ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. എനിക്കൊന്നും പറയാൻ വന്നില്ല. ബ്രദർ അങ്ങോട്ട് പറഞ്ഞു കൈവെക്കാൻ. അപ്പൊ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ എന്റെ ആ വേദന മാറി. എനിക്ക് ആ കാലിനിപ്പോ ഒരു പ്രശ്നമില്ല. വലത്തെ കാലിനായിരുന്നു പ്രയാസം. ഇടത് കാലിനോട് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാ. അപ്പൊ ഈ കാലിനും കൂടെ ബുദ്ധിമുട്ട് വന്നപ്പോ എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അത് മാറി. നട്ടല് പൊട്ടിയെന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഹിപ്പിന്റെ അവിടെ ഗ്യാപ്പ് വന്നു അല്ലെ? ആ പ്രയാസത്തെ ദൈവം പ്രാർത്ഥനയുടെ ഫലമായി അത്ഭുതകരമായി സൗഖ്യത്തിലേക്ക് നടത്തി. കരമടിച്ചെന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. പ്രിയ സഹോദരങ്ങൾ, ഇതൊരു ചെറിയ സാക്ഷ്യമല്ല നമ്മൾ കേൾക്കുന്നത്. അനി പറയുകയാണ്, അനിയുടെ നടുവിന് ഒരു ഗ്യാപ്പ് വരാൻ തക്കവണ്ണം ഇടയായി ഹിപ്പിന്റെ ഭാഗത്ത്. എന്നാൽ ഒരു അത്ഭുത സൗഖ്യമുണ്ടായി. അതിനെ തുടർന്ന് ആൻറ്റിക്ക് ആൻറ്റിയുടെ വലതേ കാല് ചലിപ്പിക്കാൻ പോലും വലിയ പ്രയാസമായിരുന്നു. എന്നാൽ നളന്തയിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ ബ്രദർ അങ്ങോട്ട് പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിക്കാൻ. കൈവച്ച സമയത്ത് ഒരു അത്ഭുത സൗഖ്യം ഉണ്ടായി എന്നാണ് ആൻറ്റി സാക്ഷ്യപ്പെടുത്തുന്നത്. ആൻറ്റി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ വിള്ളലുണ്ട്, പിന്നെ ഇല്ല. ഈ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഇല്ല. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. കുഴപ്പമില്ല. ചോദിച്ചു എങ്ങനെ മാറിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി അങ്ങനെ പ്രാർത്ഥിച്ചതാന്ന് പറഞ്ഞു. ആമേൻ. ഡോക്ടറിന് പോലും ഒരു അതിശയമാണ് എങ്ങനെ മാറിയെന്ന് ചോദിച്ചു. എന്നാൽ ആൻറ്റി പറഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം ഒരു അത്ഭുത വിടുതൽ കൊടുത്തു എന്നാണ്. കരങ്ങൾ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആൻറ്റിക്ക് എന്താ മനസ്സിലായത് ഈ ബ്രദറിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈ ചർച്ചയിൽ വരുമ്പോഴും ഒക്കെ ആൻറ്റിക്ക് എന്താ അനുഭവിക്കാൻ കഴിയുന്നത്? ഒരു വല്ലാത്തൊരു അനുഭവമാണ്. നല്ലൊരു എന്താന്ന് പറയാൻ പറ്റാത്തൊരു അനുഭൂതി എനിക്ക്. നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത രീതിയിലൊരു അനുഭൂതി ആൻറ്റിക്കുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു അത്ഭുതം ഉണ്ടായി ആൻറ്റി ആരോഗ്യത്തോടെ ഇരിക്കുന്നത് വലിയ സന്തോഷമാണ്. ആൻറ്റി പറഞ്ഞത് ആൻറ്റിയുടെ മറ്റേ കാലിന് പോളിയോയുടെ പ്രയാസമുണ്ട്. അപ്പം ഈ കാലും കൂടെ പ്രയാസമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആൻറ്റിയെ ദൈവം അത്ഭുതകരമായ ഒരു വിടുതലിലേക്ക് നടത്തി. വടി കുത്തിയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഇത് അങ്ങനെ വന്ന സമയത്ത് ആൻറ്റി വടി കുത്തി നടന്നുകൊണ്ടിരുന്നു. ഓക്കെ, എന്നാൽ ഇപ്പൊ വടിയുടെ സഹായം ഇല്ലാതാണ് ഇന്ന് വന്നത്. നമ്മുടെ പടി കയറി വന്നതും ഈ ഹാളിൽ വന്നതും ഒക്കെ ആൻറ്റി വടിയുടെ സഹായം ഇല്ലാതാണ്. കരമടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഒരു അസാധാരണ സൗഖ്യമാണ് വിനു ആൻറ്റി പറയുന്നത്. വലിയ അനുഭവങ്ങളാണ് ആൻറ്റിക്ക് ഉണ്ടായത്. വടികുത്തി നടന്നുകൊണ്ടിരുന്ന സ്ഥാനത്താണ് ആൻറ്റി പരസഹായം കൂടാതെ ഇന്ന് ഈ ഹാളിലേക്ക് കടന്നു വന്നത്. വിശ്വസിച്ചാട്ടെ, യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവന് ഇന്നും അവന്റെ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. ഇതുപോലെ അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മോള് +2 നല്ല മാർക്കോടെ പാസ്സായതാ. അവൾക്ക് പഠിക്കാൻ പോകാൻ ഇഷ്ടമില്ല. ഒന്നും പഠിക്കാൻ ഇഷ്ടമില്ല. അപ്പൊ ഈ കഴിഞ്ഞ അന്നത്തെ മീറ്റിങ്ങിൽ തളന്തയിലുണ്ടായ മീറ്റിങ്ങിൽ അന്ന് പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ എന്റെ മോള് കൊല്ലത്ത് തിരുവല്ലയിൽ പഠിക്കാൻ പോയി. 2 മാസമായി പഠിക്കാൻ പോയിട്ട് അവിടെ നല്ലോണം ആരാധനയിലും ഒക്കെ പങ്കെടുത്ത് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവളുടെ കൈ പിടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവള് പോയപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പക്ഷെ ആ ബുദ്ധിമുട്ടൊക്കെ മാറി. എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായി. പിന്നെ എന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊതു കടിച്ചിട്ട് ചൊറിഞ്ഞ് പൊട്ടുന്നുണ്ടായിരുന്നു. കൊതു കടിച്ച് ചൊറിഞ്ഞതാ. കൈ ഇവിടെ ഈ 2 കൈയും കഴുത്തിന്റെ ഇവിടെ വട്ടച്ചൊറി പോലെ അങ്ങ് ആയി. പിന്നെ അത് പ്രാർത്ഥിച്ച് അത് മാറി. തീർത്തും മാറി. കയ്യിലൊരു പാടുപോലും ഇല്ലാത്ത പോലെ മാറി കിട്ടി. പാടുപോലും ഇല്ലാതെ മാറിപ്പോയി.
ഹസ്ബൻഡിനുണ്ടായ സൗഖ്യം മനോഹരമാണ്. ചൊറിഞ്ഞ് പൊട്ടുന്ന അനുഭവം, വട്ടച്ചൊറി പോലെ അത് ശരീരം മുഴുവൻ സ്പ്രെഡായി, കൈകളിലതുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പാടുപോലും ഇല്ലാതെ അത് മാറിയെന്നാണ്. വിശ്വസിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല സ്വർഗ്ഗം ഉള്ളത്. ആൻറ്റി പറഞ്ഞതുപോലെ മകൾക്ക് നല്ല മാർക്കോടെ പാസ്സായതാ, പക്ഷെ പഠിക്കാൻ പോകാൻ മനസ്സിലായിരുന്നു. എന്നാൽ ഇന്ന് തിരുവല്ലയിൽ നല്ല രീതിയിൽ മോള് പഠിക്കുന്നു. അത്ഭുതകരമായ അനേക വഴികളും വാതിലുകളും ദൈവം തുറന്നു കൊടുത്തു. ആൻറ്റിക്ക് യേശുവിനോട് എത്രത്തോളം, അല്ലേ, യേശുവിനെ കുറിച്ച് എത്രത്തോളം ആൻറ്റിക്ക് പറയാനുണ്ട്? വാക്കുകളാലും പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം ഉണ്ട്. പിന്നെ ഇവിടെ ഈ ജോൺ ബെദറിന്റെ സഭയില് വിവരിക്കാനാകാത്ത അത്ഭുതങ്ങളാണ് നടക്കുന്നത്. നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും. നമ്മുടെ ജീവിതം നല്ലൊരു അനുഭവമായി തീരും. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ആൻറ്റി പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ആൻറ്റി പറഞ്ഞതാണ്. പറഞ്ഞു തീരാത്ത അത്ഭുതങ്ങളാണ് ജോൺ ബെദറിലൂടെയും നമ്മുടെ ജീസസ് വേൾഡിലൂടെ നടക്കുന്നത്. ഇതൊരുപക്ഷെ ആളുകൾക്ക് ഇതൊരു കെട്ടുകഥയായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഇത് ജീവനുള്ള സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് പറയുന്നത്. ഇതൊരു പാസ്റ്ററിൻ്റെ വാക്കായിട്ട് നിങ്ങൾ കാണരുത്, ഇതൊരു സാക്ഷ്യം അനുഭവിച്ച പ്രിയപ്പെട്ട ഒരു ആൻറ്റിയുടെ വാക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന പബ്ലിക് മീറ്റിങ്ങുകളിലൂടെ എല്ലാം അസാധാരണമായ കാര്യങ്ങളാണ് നടക്കുന്നത്. സാധിക്കുന്നവർ ഈ മീറ്റിങ്ങുകൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാട്ടെ. വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്കും പ്രതീക്ഷിക്കാം.